ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന സെക്ഷൻ കാർഡിനൽ റൂൾസ് ആണ്. നമ്മൾ ഈ ബിസിനസ്സിൽ ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു സെക്ഷനാണ്. ഇത് കൈകാര്യം ചെയ്യുന്നതിനായി പാലക്കാട് നിന്നും എൻ്റെ അപ്ലൈനും ആയ നീതു മാഡത്തെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. മാഡം പ്ലീസ് വെൽക്കം. താങ്ക് യു സീന മാഡം, താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരുപാട് പേര് മിസ്സിംഗ് ആണ് നമുക്ക് സെഷനിൽ. അപ്പൊ മാക്സിമം നമ്മൾ നമ്മുടെ ടീം അംഗങ്ങളെയൊക്കെ ആരെങ്കിലും വിട്ടു പോയിട്ടെങ്കിൽ അവരെ നിങ്ങൾ ഓർമ്മിപ്പിക്കുക. ഒരു സെഷനിലേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം അത് പ്രൊമോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാലോ, നമ്മളിപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കറക്റ്റ് ആയ സമയത്ത് നമ്മുടെ അപ്ലയൻസ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് എന്തൊക്കെ ചെയ്യണം, നമ്മൾ എങ്ങനെ ചെയ്തെങ്കിലാണ് നമുക്ക് ഇതിലൂടെ നല്ലൊരു സക്സസ് നേടിയെടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷങ്ങൾ വരുമാനം നമുക്ക് എങ്ങനെയാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് കറക്റ്റ് വ്യക്തമായിട്ട് നമ്മുടെ അപ്ലയൻസ് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾക്കത് ഒരിക്കലും നമ്മളത് ആ ഒരു റൂൾസ് നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ചെയ്യാൻ പാടില്ലാത്ത ഒരു 9 കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ കാർഡിനൽ റൂൾസ് എന്ന് പറയുന്നത്. 9 കാർഡിനൽ റൂൾസ് ആണ് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ ഒരു PPT ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്റെ സ്ക്രീൻ വരാൻ ഒരു 2 മിനിറ്റ് ലേറ്റ് ആവും. ആരും വേറൊന്നും വിചാരിക്കരുത്. ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതൊരു ചെറിയൊരു 2 മിനിറ്റ് നമുക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ, ക്ഷമയോടുകൂടി. സ്ക്രീൻ ഓക്കെ അല്ലേ സീന മാഡം? കാണാമോ? ഓക്കെ. കാർഡിനൽ റൂൾസ്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയോ? നമുക്കവിടെ നമ്മുടെ ബിസിനസ്സിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അവിടെ കൊളാപ്സ് അല്ലെ, അവിടെ നമ്മുടെ ടീം ഡൗൺ ആയി പോകുന്നുണ്ടാവും. നമുക്ക് മുന്നോട്ട് ഒരു പോണമെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ഈ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തന്നെ പറയാം, ഒരു 10 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ടാണ്. അതില് ഒന്നാമത്തെ കാര്യം, ഡു നോട്ട് ഹേർട്ട് എനിബഡീസ് ഈഗോ. നമുക്കറിയാം, നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലെ. മനുഷ്യന് പ്രധാനമായിട്ടും എന്താ പറയാ, വികാരങ്ങളെക്കാൾ വിചാരങ്ങളാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത്. നമ്മളെപ്പോഴും നമ്മുടെ വികാരങ്ങളെക്കാളും നമ്മുടെ വിചാരങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത്. പക്ഷെ എന്നിരുന്നാൽ പോലും അങ്ങനെ നമ്മൾ പറയുമെങ്കിലും നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയാ, നമ്മൾ എപ്പോഴും എല്ലാ മനുഷ്യരും ഒരു വികാര ജീവികളാണെന്ന് പറയാം. കാരണം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമ്മുടെ മൂഡ് മാറാനായിട്ട്. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ളത് എന്താണോ അത് നമ്മൾ അത് വളരെ വ്യക്തമായിട്ട് അത് പുറത്തേക്ക് കാണിക്കുന്നവരാണ് നമ്മൾ മനുഷ്യരല്ലേ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ഒരാളെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല. അത് ഹേർട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. അപ്പൊ ഏത് രീതിയിലാണ് നമ്മൾ ഹേർട്ട് ചെയ്യാൻ പാടില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണത്തിന് നിങ്ങളോട് പറയുകയാണെങ്കിൽ, നമ്മളൊരു ഫിസിക്കൽ മീറ്റ് അറേഞ്ച് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ഫിസിക്കൽ മീറ്റ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു ഫംഗ്ഷൻ ആണ്, അവാർഡ് ഫംഗ്ഷനോ അല്ലെങ്കിൽ മെഗാ CEO അങ്ങനെയുള്ള ഏത് ഒരു ഫംഗ്ഷൻ ആണെങ്കിലും നമുക്കവിടെ കറക്റ്റ് ആയിട്ട് ഒരു ടൈമിംഗ് തന്നിട്ടുണ്ടാവും. അപ്പൊ എല്ലാ ഫംഗ്ഷനും ഇപ്പൊ ചിലപ്പോൾ നമ്മളുടെ ഒരു ഡൗൺലൈൻ അവര് കറക്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഡൗൺലൈൻ എന്ന് പറയുന്നേക്കാളും നല്ലത് നമ്മുടെ ഫാമിലി മെമ്പർ തന്നെയാണ് അവര്. അപ്പോ ആ ഒരു വ്യക്തി ചിലപ്പോൾ എല്ലാ മീറ്റിങ്ങും കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കാം. കറക്റ്റ് സമയത്ത് അവര് ആ ഒരു ടൈം കീപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കാം. പക്ഷെ എന്താണ്, അന്ന് ആ ഒരു മീറ്റിംഗിലേക്ക് അവർ വരുന്ന സമയത്ത് ചിലപ്പോ അവർ ഇറങ്ങാൻ ലേറ്റ് ആയി കാണും. അത് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് എന്തെങ്കിലും ട്രാഫിക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം, അങ്ങനെ ലേറ്റ് ആയി. പക്ഷെ എന്തായാലും നമ്മളുടെ മീറ്റിംഗിന്റെ സമയത്ത് അവർക്ക് എത്താൻ പറ്റിയില്ല, ഒരു 10-20 മിനിറ്റ് അവർ ലേറ്റ് ആയി. അപ്പൊ ആ ലേറ്റ് ആയ സമയത്ത്
നമ്മൾ അവരെ ഒരിക്കലും അവരോട് നമ്മൾ ചിലപ്പോൾ നമ്മൾ കളിയായിട്ട് പറയും, ആ സാറ് കറക്റ്റ് സമയത്ത് തന്നെ എത്തിയല്ലോ എന്ന്. അതൊരു എന്താ പറയാ, നമ്മളൊരു കളിയാക്കലിന്റെ രീതിയിലാണ്. കാരണം അവര് വൈകിയതിനെ ഒരു ചെറിയൊരു കൊട്ട് കൊടുക്കുന്ന രീതിയിലാണ് നമ്മളോട് സംസാരിച്ചത്. പക്ഷേ ആ ഒരു വ്യക്തി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് അവിടെ നിന്ന് എത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിലപ്പോൾ അത് തോന്നിയിരിക്കാം. എന്നിട്ടും ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു തോന്നൽ ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് വരാം. അത് ചിലപ്പോൾ അദ്ദേഹം പുറത്ത് കാണിച്ചില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് കിടക്കുന്നുണ്ടാവും. അപ്പൊ ആ കിടക്കുന്നത് അത് അവരുടെ ഈഗോനെ ഹെർട്ട് ചെയ്യുന്ന ഒരു ടോക്കാണത്. അതുപോലെ തന്നെ ഒരു 3 പേര് അല്ലെങ്കിൽ 4 പേര് സംസാരിച്ചിരിക്കുന്ന സമയത്ത് 4 പേര് സംസാരിക്കുകയാണ്. അതില് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ 4 പേരില് 3 പേരും ചിരിച്ചു, ഒരാൾ ചിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചിരിക്കാത്ത വ്യക്തിക്ക് അത് ഹേർട്ടായെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ അത് നമ്മളുടെ ബിസിനസിനെ ബാധിക്കും. അവരത് പുറത്ത് കാണിച്ചില്ലെങ്കിൽ പോലും മെല്ലെ മെല്ലെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് കിടന്നിട്ട് ഇങ്ങനെ അത് ചിലപ്പോ അവർക്ക് അവരുടെ മൈൻഡ് ശരിയാവത്തില്ല. അങ്ങനെ പല കാര്യങ്ങളും. അതുപോലെ തന്നെ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മൾ കൂടുതലും ഓൺലൈൻ ആയിട്ട് ഇതുപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. ഓഫ്ലൈനും ഓൺലൈനും ഒരുപോലെ പ്രൊമോട്ട് ചെയ്തിട്ട് കൂടുതലും ഓൺലൈനിൽ ആണ് ഞാനൊക്കെ കൂടുതലും നമ്മൾ ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഈ മീറ്റിംഗിൽ തന്നെ ഇപ്പൊ പല വ്യക്തികളും കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ വന്ന് ജോയിൻ ആയിട്ടുണ്ടാവാം. ചിലപ്പോ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആകാം. അപ്പൊ പെട്ടെന്ന് തന്നെ അവരെ വിളിച്ചിട്ട് നിങ്ങൾ എന്താ ലേറ്റ് ആയേ, സെഷൻ തുടങ്ങിയിട്ട് കുറച്ചു നേരം ആയല്ലോ, അങ്ങനെ ലേറ്റ് ആവരുത്, അങ്ങനെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് ഹേർട്ട് ആവും. പകരം ഇച്ചിരി വൈകി വന്ന വ്യക്തിയാണെങ്കിലും സാരില്ല പോട്ടെ അല്ലെ, നമ്മളത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു അപ്ലൈൻ അല്ലെങ്കിൽ ഒരു ആസ് എ ലീഡർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു കോർഡിനേറ്റർ ആയിട്ട് അതായത് ഒരു കമാൻഡിങ് പവർ ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഒരിക്കലും ഒരാൾ നമ്മൾ ഹെർട്ട് ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒരാളുടെ ഈഗോയെ നമ്മൾ ഹെർട്ട് ചെയ്യാൻ പാടില്ല. ഒരു കളിയാക്കുന്ന ഒരു സംസാരം നമ്മൾ അവിടെ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്തും, അതിപ്പോ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ മാത്രമല്ല നമ്മുടെ ലൈഫിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളുടെ ഈഗോനെ നമ്മൾ ഹേർട്ട് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മീറ്റിങ്ങിലൊക്കെ ഇതുപോലെ സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പല വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളാണ് അല്ലെ. അപ്പൊ അവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ച് ഒരുപോലെ മുന്നോട്ട് ഒരു ടീം ബിൽഡ് ചെയ്ത് പോവുക എന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അത് ശരിക്കും പറയാം ഒരു ആർട്ടാണ്, ഒരു കലയാണെന്ന് ഞാൻ പറയാം. നമുക്കറിയില്ല, നമ്മുടെ ഷാജി സാറിന്റെ കാര്യം തന്നെ അറിയാം. സാറ് വലിയൊരു ടീമിനെ മാനേജ് ചെയ്യുന്ന ഒരു കമാൻഡിങ് പവറുള്ള ഒരു ലീഡറാണ്. അപ്പൊ നമ്മൾ ഇത്രയും പേരെയും അദ്ദേഹം വളരെ മനോഹരമായിട്ട് അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അവിടെ റെസ്പെക്ട് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ടീം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരാളുടെ മനസ്സിൽ പോലും നമുക്ക് അവിടെ ഒരു ചെറിയ വിഷമം വരാതെ അവരുടെ മനസ്സറിഞ്ഞ് വേണം നമ്മൾ നമ്മളുടെ കൂടെ നിർത്താനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലും കൂടെ നിങ്ങൾക്ക് അത് കൊടുക്കാം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരാൾ മാത്രം ഇങ്ങനെ പറയുമ്പം അത് നിങ്ങൾ പലരും വീഡിയോ ഓഫ് ആക്കി ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളത് കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. വീഡിയോ ഒക്കെ ഓൺ ആക്കി ഇരിക്കുന്നെങ്കിൽ മാത്രം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ വീഡിയോ ഓഫ് ആയ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ യാത്രയിലായിരിക്കാം. ഓക്കെ, എന്തു വന്നാലും ജസ്റ്റ് ആ ഒരു കമന്റ് ബോക്സിൽ ഇടയ്ക്ക് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് രേഖപ്പെടുത്തിയാൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഡു നോട്ട് കീപ് എനി റിലേഷൻഷിപ്പ് വിത്ത് അതർ സ്പൗസ്. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് നമ്മൾ എന്തിനു വേണ്ടി കണക്ട് ആയിരിക്കുന്നു എന്ന ചിന്ത അല്ലെ, നമ്മളുടെ ഫാമിലിക്ക് വേണ്ടി, നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അതായത് നമ്മളുടെ വരും തലമുറകളെ പോലും ഒരു ഫിനാൻഷ്യലി ഒക്കെ സെക്യൂർ ആക്കി വെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ നമുക്ക് നമ്മുടെ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ലേഡീസ് ഉണ്ടാവും, ജെന്റ്സ് ഉണ്ടാവും അല്ലെ. ഇത് ലേഡീസിന് മാത്രമുള്ള ഒരു ബിസിനസ് അല്ല, അല്ലെങ്കിൽ ഇത് ജെന്റ്സിന് മാത്രമുള്ള ഒരു ബിസിനസ് അല്ല. നമ്മളൊരു ഫാമിലി പോലെ, ഒരു കൂട്ടായ്മ പോലെയാണ്. ആ സമയത്ത് പലരുമായിട്ടും പല ടൈപ്പ് ആളുകളുമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരും. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പരിധി വിട്ട് ഒരാളുടെ അടുത്ത് നമ്മൾ ഒരു പ്രത്യേകിച്ചും ഓപ്പോസിറ്റ് ആൾക്കാരുടെ, അതായത് സ്ത്രീകളാണെങ്കിൽ ആണുങ്ങളോടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇപ്പൊ എന്റെ ടീമിൽ തന്നെ മഹേഷ് സാർ ഒക്കെ വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യും, ഒരു ഓവർ ആയിട്ടൊരു സംസാരമില്ലാതെ. നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ,
വേറെ ഒരു തരത്തിലുള്ള ഒരു സംസാരത്തിനോ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ഒരു രാത്രിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരു 10 മണി 11 മാക്സിമം ഒരു 11 മണിക്ക് ശേഷം നമ്മൾ ആ ഒരു ഫോൺ സംഭാഷണങ്ങൾ പോലും നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം നമുക്ക് പിന്നെ പല രീതിയിലുള്ള ഒരു മറ്റു സംസാരത്തിന് നമ്മളവിടെ ഇട കൊടുക്കരുത്. ഇപ്പം വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം ഒരു ഫിസിക്കൽ മീറ്റിങ്ങിന് പോവുകയാണ്. നമ്മൾ ഓഫ്‌ലൈൻ ആയിട്ടൊക്കെ ചെയ്യുമ്പം നമ്മൾ പല ആൾക്കാരെയും നേരിട്ട് പോയി കാണുന്നുണ്ട്. അപ്പൊ പോയി കാണുന്ന സമയത്ത് ഇപ്പം പോയി ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അപ്ലൈൻ ഷാജി സാറാണ്, ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഒരു വ്യക്തിനെ കാണാൻ പോണം. അപ്പൊ ഒരു വ്യക്തിയെ കാണാൻ പോകുമ്പം ഞാൻ വിളിക്കുകയാണ്, എന്റെ അപ്ലൈനെ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു സ്ത്രീയാണ്, അപ്ലൈൻ ഒരു പുരുഷനാണ്. അപ്പൊ അപ്ലൈനെ കൂട്ടി പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കറിയാം ചിലപ്പോ ആ പോകുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഞാനും പിന്നെ അപ്ലൈനും കൂടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ ഒരിക്കലും നമ്മളൊരു അപ്ലൈന്റെ കൂടെ പോകുമ്പം ആ ഒരു രീതിയിൽ അപ്ലൈനും ഡൗൺലൈൻ, ഇപ്പൊ ഞാൻ സ്ത്രീയാണ്, എന്റെ അപ്ലൈൻ പുരുഷനാണ്. ആ സമയത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾക്കറിയാം നമ്മളുടെ വീട്ടിൽ നമ്മുടെ ഹസ്ബൻഡ് ഓക്കെയാണ്, നമ്മുടെ ഹസ്ബൻഡ് വളരെ എന്താ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ്, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അപ്പൊ വളരെ വിശ്വാസമാണ് നമ്മളെ. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മുടെ അപ്ലൈന്റെ കൂടെ പ്ലാൻ കൊടുക്കാനായിട്ട് മറ്റൊരു വ്യക്തിയെ കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് വിട്ടത് തന്നെ. പക്ഷേ അവിടെ ചെല്ലുന്ന സമയത്ത് ചിലപ്പോ ആ വ്യക്തിക്ക് അപ്ലൈനെ അറിയത്തില്ല. നമ്മൾ ചിലപ്പോ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചെല്ലുന്നത്. അപ്പൊ അവര് ചെല്ലുമ്പോ ഇവർ രണ്ടുപേരും മാത്രമാണോ വന്നത്, അങ്ങനെ ഒരു ചിന്ത അല്ലെ? ആ ഒരു ചിന്തയ്ക്ക് നമ്മൾ ഒരു ഇട കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പല കാര്യങ്ങളും ആണെങ്കിൽ തന്നെ അവർ പല രീതിയിൽ പലതും പറഞ്ഞുണ്ടാക്കിയാൽ നമുക്കറിയാം നമ്മളുടെ ലൈഫിനെ അത് ബാധിക്കും. ഇപ്പം എത്രത്തോളം നമ്മളെ വിശ്വാസമുണ്ട്, നമ്മളുടെ ഫാമിലിയിൽ നമ്മൾ എത്രത്തോളം വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 10 പേര് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. 20-25 പേര് നമ്മൾ നെഗറ്റീവായിട്ട് അത് കണ്ടു കഴിഞ്ഞാലും ആ ഒരു അപ്ലൈന്റെ കൂടെ പോയത് നെഗറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാലും ചിലപ്പം പ്രശ്നം വരില്ല. പക്ഷേ ഒരു 50 പേരോ 100 പേരോ അതിനെക്കുറിച്ച് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് ഈ ഫാമിലിയുടെ ചെവിയിലേക്ക് അത് എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ചിന്ത വരും. അറിയാതെ തന്നെ ഒരു നെഗറ്റീവ് ചിന്ത വരും. ആ നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിനെ അത് ബാധിക്കും, നമ്മുടെ ഫാമിലി അടക്കം അത് ബാധിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ അതായത് ഒരുപാട് റിലേഷൻഷിപ്പ് നമ്മളിപ്പോ നേരിട്ട് ഒരു ഫിസിക്കൽ മീറ്റിങ്ങിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് നമ്മുടെ ടീമിൽ ഒരുപാട് ആളുകളെ നമ്മൾ നേരിട്ട് പരിചയമില്ലാത്ത ആൾക്കാരെ മീറ്റിങ്ങിലൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പൊ ആ നേരിട്ട് കാണുന്ന സമയത്ത് അവര് ഇപ്പൊ മനോജ് സാറൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഹൈദരാബാദൊക്കെ ചെന്ന് കഴിഞ്ഞാല് ലേഡീസ് ജെന്റ്സ് അങ്ങോട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടല്ല പരിചയപ്പെടുക. അവര് നമസ്കാരം പറഞ്ഞിട്ട് കൈ കൂപ്പിയാണ്. ആ ഒരു ഷേക്ക് ഹാൻഡ് പോലും അവര് കൊടുക്കില്ല. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു റൂൾസ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഹൈദരാബാദ് ടീമൊക്കെ പോകുന്നതെന്ന് നമ്മുടെ അപ്ലൈൻ ആയിട്ടുള്ള മനോജ് സാറ് അങ്ങനെ ഒരു മീറ്റിംഗിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം നമ്മൾ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ആ ബിസിനസ്സിന് ഡൗൺ ആവാതെ നമ്മളുടെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതാണ് ഡു നോട്ട് കീപ് എനി റിലേഷൻഷിപ്പ് വിത്ത് അതർ സ്പൗസ്. പിന്നെ പല ആൾക്കാരും പല രീതിയിൽ സംസാരിച്ചിട്ട് അത് വേറെ റിലേഷനിലേക്ക് പോവാതെ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എക്സാമ്പിൾ പറയാം. എന്റെ ടീമിൽ നേരത്തെ ഒരു മണ്ണാർക്കാട് ഏരിയയിലുള്ള ഒരു സാർ ഉണ്ടായിരുന്നു. എന്റെ ഒരു ഡൗൺലൈനിന്റെ കൂടെ എന്റെ വേറൊരു കുട്ടിയുടെ കൂടെ ജോയിൻ ആയ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ഒരു ആഗ്രഹമാണ് വെസ്റ്റേജിലൂടെ നല്ലൊരു വരുമാനം വാങ്ങണമെന്ന്. അദ്ദേഹം 1-2 വട്ടം പ്രൊഡക്റ്റുകൾ വാങ്ങി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നല്ലൊരു വരുമാനത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നീതു മാഡം എനിക്ക് നല്ലൊരു വരുമാനത്തിലേക്ക് നിങ്ങളുടെ ഒപ്പം തന്നെ എനിക്ക് ഓടിയെത്താൻ എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ വീട്ടിൽ സമ്മതിക്കില്ല, എന്റെ വൈഫിന് ഒട്ടും താല്പര്യമില്ല. കാരണം അവരുടെ വീടിന്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ വേറൊരു ബിസിനസ് നമ്മുടെ വെസ്റ്റീജ് അല്ലാതെ വേറെ ഇതുപോലെ എന്തോ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലേഡി. ആ ലേഡി എല്ലാ ദിവസവും ഇതുപോലെ രാവിലെ കാറ് വരും, അവരുടെ ലീഡറാന്നും പറഞ്ഞിട്ട് ഒരാള് വരും, അവരുടെ കൂടെ പോകും.
ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ഈ പ്ലാൻ കാണിക്കാനൊക്കെ പോകുന്നൊക്കെയാണെന്നാണ് അവര് പറയുന്നത്. അത്രേ നമുക്ക് അറിഞ്ഞൂടാ. അപ്പോ പോയി എന്താണ് അവസാനം ഒരു 1 ഇയർ 2 ഇയർ കഴിഞ്ഞപ്പോഴേക്കും ഈ വന്ന വ്യക്തിയുടെ ഒപ്പം, ഈ കാറും കൊണ്ട് വന്ന വ്യക്തിയുടെ ഒപ്പം ഇദ്ദേഹത്തിന്റെ വൈഫ് പോയിത്രേ. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഈ സാറിന്റെ വൈഫിന് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് അവിടെ വിശ്വാസമല്ല. അവര് ഭയങ്കര എന്നെ വേണോ വെസ്റ്റീജ് വേണോ എന്ന് പുള്ളിക്കാരി ചോദിച്ചപ്പം വെസ്റ്റീജ് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി അവര് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഡു നോട്ട് ഡു എനി ഫിനാൻഷ്യൽ ഡീലിങ്സ് വിത്ത് എനിബഡി ഇൻ ദ നെറ്റ്വർക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതായത് നമുക്കൊരു ഫിനാൻഷ്യൽ ഡീലിങ്സ്, അതായത് ഒരു എന്താ പറയാ റോളിംഗ് ഒന്നും നമുക്കിവിടെ പാടില്ല. അതായത് ഇപ്പം നമുക്കിപ്പോ ഈ മാസം നമ്മളുടെ കയ്യിൽ പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് കൺസിസ്റ്റൻസി നമ്മൾ ചെയ്ത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ മാസം നമുക്ക് എന്തോ വേറെ പല കാരണങ്ങൾ കൊണ്ട് നമുക്കതിന് പറ്റിയില്ല. അപ്പൊ തന്നെ നമ്മൾ നമ്മുടെ അപ്ലൈനെ വിളിച്ചിട്ട് പറയാണ്, സാർ എനിക്ക് പറ്റുന്നില്ല കേട്ടോ, എനിക്ക് തീരെ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ എന്റെ ഇത് കട്ടായി, അതായത് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇത്രയും ചെയ്തു, അതിനൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം മുതൽ ചെയ്യണ്ടേ. അപ്പോ ഒന്ന് എനിക്ക് പർച്ചേസ് ചെയ്ത് തരൂ, അതായത് പൈസ അപ്ലൈൻ കൊടുത്ത് ഇവരുടെ ഐഡിയിൽ സാധനങ്ങൾ വാങ്ങുമെന്നാണ് ചോദിച്ചത്. അപ്പൊ ചിലപ്പോ ഓക്കെ, ചില അപ്ലയൻസ് അത് സമ്മതിക്കുന്നുണ്ടാവും. എന്താണ് വെറുതെ ഒരു ഒരു അവര് എന്താ പറയാ ആ ഒരു കൺസിസ്റ്റൻസി പോവാതെ ചിലപ്പോ അത് ചെയ്ത് കൊടുക്കലുണ്ടാവും. പക്ഷെ അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പിന്നീട് അതായത് പിന്നീട് എപ്പോഴെങ്കിലും പിന്നീട് ഇതിനെ ചൊല്ലി, അതായത് ഒരു കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് ഞാൻ അന്ന് അവർക്ക് അങ്ങനെ ചെയ്തു കൊടുത്തു, പക്ഷെ എന്നിട്ടും അവര് അങ്ങനെയായി ഇങ്ങനെയായി. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സും പാടില്ല. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ കൂടെ വരുന്ന കൂടെ ഉള്ള വേറൊരു ലീഡർ, അവർ ചിലപ്പോ ജസ്റ്റ് ഇത്ര ഇതിൽ നിൽക്കുമായിരിക്കും, ഒരു ചെറിയൊരു പോയിന്റ് വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോ പല അച്ചീവ്മെന്റ്സിന്റെ വക്കിൽ നിൽക്കുന്ന ആളാണ്. അപ്പോ ആൾക്കുടെ കയ്യിൽ പൈസ അത് അത്ര ഒരു PV മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ടീമിൽ നിന്നും വേറെ ഒന്നുമില്ല. അപ്പൊ എന്താണ് നിങ്ങളുടെ ഇത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്റെ ടീമിൽ അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞപ്പം, എന്റെ ടീമിലല്ല വേറൊരു വ്യക്തി പറഞ്ഞ് എനിക്കൊരു അറിവുണ്ട്. എന്നിട്ട് ഞാൻ അവർക്ക് എന്റെ ടീമിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി, പൈസ എന്താണ് പിരിച്ചിട്ട് ഇവർക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത് ഇവരെ അത് അച്ചീവ് ചെയ്യിപ്പിച്ചു. എന്നിട്ടും അവര് ഇത് തുടർന്ന് പോയില്ല എന്നൊക്കെ. അപ്പോ അതിന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു ഫിനാൻഷ്യൽ റോളിങ്ങും നമ്മൾ അവിടെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ജസ്റ്റ് ഇപ്പം പല ആൾക്കാർ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഐഡിയ എടുത്ത് നമുക്ക് 1 മന്ത് സമയം തരുന്നുണ്ട് ഒരു തീരുമാനം എടുക്കാൻ. ആ 1 മന്തിലായിട്ട് പോലും ഒരു സോപ്പ് പോലും ബില്ലടിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷെ എന്താണ് ഈ ജോയിൻ ചെയ്യിപ്പിച്ച ആള്, ആരുടെ കൂടെയാണ് ജോയിൻ ചെയ്ത ആൾ, അവരുടെ അപ്ലൈനെ വിളിച്ചിട്ട് പറയാണ് അവര് മീറ്റിങ്ങിലൊന്നും വരാറൊന്നുമില്ല, പക്ഷെ എന്താ ചെയ്യാ, ഐഡി കട്ടായി പോകത്തില്ലേ, അപ്പം ഒരു കാര്യം ചെയ്യോ, ഒരു സോപ്പ് ഒന്ന് ബില്ലടിച്ചിട്ടേക്കാമോ? അപ്ലൈനോട് ചോദിക്കുന്നതാണ്. ഞാൻ പൈസ പിന്നെ തരാം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാം. അപ്പൊ ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളും, ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ അപ്ലൈനൊക്കെ ഇപ്പോ എന്താ പറയാ ഈ ഫിസിക്കൽ മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പൊ ഉച്ചയ്ക്കാണെങ്കിൽ ഭക്ഷണ സമയമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ കയറി ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളുടെ ഓൺലൈനാണ്, നമുക്ക് ഒരുപാട് നമുക്ക് അത്ര വലിയ എമൗണ്ട് വരുമാനങ്ങളൊന്നും ആയിട്ടില്ല, നമ്മൾ അതിന്റെയൊക്കെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മുടെ അപ്ലൈന് നല്ല വരുമാനമൊക്കെ ഉണ്ട്, നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്ലൈൻ. അപ്പോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ആ കഴിച്ചതിന്റെ ഫുഡിന്റെ പൈസ അപ്ലൈൻ കൊടുക്കുകയാണ്. അപ്ലൈൻ കൊടുത്തിട്ട് പറയും ഞാൻ കൊടുത്തോളാം എന്ന് പറയും. പക്ഷെ അതുപോലും നമ്മൾ അവിടെ ഷെയർ ചെയ്യണം. അത് ആ ഒരു ഷെയർ നമ്മളുടെ ഷെയർ അവിടെ കൊടുത്തിരിക്കണം. അവിടെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള വേറൊരു ടോക്ക് വരാതെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ വേറൊരു ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് അറിയാലോ, അപ്പൊ വണ്ടിയിൽ പെട്രോൾ അടിക്കാനൊക്കെ പൈസയുടെ ആവശ്യം വരും. അപ്പൊ ആ സമയത്ത് ഇതെല്ലാം അപ്ലൈൻ മാത്രം പല സ്ഥലങ്ങളിലും എന്താണ് ഇപ്പൊ ഷാജി സാറൊക്കെ ഞാൻ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പൊ കേരളത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം മിക്ക ജില്ലകളിലും പോയി ട്രാവൽ ചെയ്ത് നേരിട്ട് പോയിട്ട് ഒരുപാട് നമ്മുടെ ലീഡേഴ്സിനൊക്കെ കണ്ട് ഫിസിക്കൽ മീറ്റിംഗ് ഒക്കെ നടത്തി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ്
എത്രയോ രൂപ മുടക്കിയിട്ടായിരിക്കാം അവിടെയൊക്കെ വരുന്നത് അല്ലെ. അവർ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ടിക്കറ്റ് ചാർജും അവരുടെ ഫുഡിന്റെ പൈസയും ഒക്കെ അപ്പൊ നമ്മൾ എന്താണ് അത് അവർക്ക് അത് കൊടുക്കുക. നമ്മള് എന്താണ് ആ ഒരു ഫിനാൻഷ്യലി നമ്മൾ അവിടെ വേറെ ഒരു ഇത് വരാതെ നമ്മൾ അവിടെ ആ ഒരു കാര്യം ചെയ്യുക. അപ്പം ഡു നോട്ട് ഡു എനി ഫിനാൻഷ്യൽ ഡീലിങ്സ് വിത്ത് എനിബഡി ഇൻ ദ നെറ്റ്വർക്ക്. അതുപോലെ തന്നെ 4ാമത്തെ കാര്യം, ഡു നോട്ട് ഡിസ്കസ് യുവർ ബിസിനസ് ആൻഡ് പാസ് എനി നെഗറ്റീവ് ടു യുവർ ഡൗൺ ലൈൻ ആൻഡ് ക്രോസ് ലൈൻ. നമ്മൾ ഒരിക്കലും നമ്മളുടെ ബിസിനസിനെ കുറിച്ചിട്ട് അതിന്റെ ഒരു കാര്യം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മളുടെ ഡൗൺ ലൈനിന്റെ അടുത്തോ ക്രോസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടീം, അതായത് നമ്മളുടെ അപ്ലൈൻ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എന്റെ അപ്ലൈൻ ഷാജി സാറാണ്. ഷാജി സാറിന്റെ ഒരു ടീമാണ് ഞാൻ. അതുപോലെ തന്നെ സാറിന് വേറെ ടീമുകളൊക്കെ ഉണ്ട്. ആ ടീം അംഗങ്ങളുമായിട്ടുള്ള നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, അതാണ് ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ അത് മാത്രമല്ല, നമ്മളുടെ കൂടെയുള്ള നമ്മുടെ ഡൗൺ ലൈൻസുമായിട്ട് ഒരു തരത്തിലുള്ള നെഗറ്റീവുകൾ നമ്മൾ പാസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ അപ്ലൈന്റെ കുറ്റം പറയുക, എന്നാലും സാറ് ഇത്രയൊക്കെ ചെയ്തിട്ടും അവസാനം സാർ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല കേട്ടോ, അല്ലെ? നമ്മൾ അങ്ങനെ പറയും, സാർ ഇന്ന് അങ്ങനെ ചെയ്തത് ശരിയായില്ല, സാർ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല. അപ്പൊ ആ ഒരു നെഗറ്റീവ് നമ്മൾ ഒരു തരത്തിലും പാസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക. ഇപ്പൊ ചോദിക്കുകയാണ്, ഞാനിപ്പോ എക്സാമ്പിൾ ആയിട്ട് എന്റെ കൂടെ ഉള്ള വേറൊരു ലീഡറിനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട്, അവരെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർ ചോദിക്കുകയാണ്, നീതു മേഡം, അതായത് എന്റെ ടീമിലെ വേറൊരാളുടെ പേര് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, അവരെന്തായി, അവരെത്ര പെർസെന്റേജ് ആയി, അവര് ബ്രോൺസ് ആയോ, അവിടെ എത്താറായോ, അവർക്ക് നല്ല ടീം ആയോ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. അപ്പൊ അതിനുള്ള ഉത്തരം കൊടുക്കേണ്ടത് എന്താണ്? അതില് അവരുടെ ബിസിനസ് എങ്ങനെയാണെന്നുള്ള ഉത്തരം അല്ല കൊടുക്കേണ്ടത്. നമ്മൾ അവിടെ ചോദിക്കാൻ പാടുള്ളതൊരു കാര്യമാണ്. അത് ഓക്കെ, അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. അത് അവരുടെ ടീമിന്റെ കാര്യമാണ്. ആ ടീമിന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനായിട്ട് അപ്ലൈൻ ആയിട്ടുള്ള ഞാനുണ്ട്, അല്ലെങ്കിൽ എന്റെ മുകളിലേക്കുള്ള ആക്റ്റീവായിട്ടുള്ള അപ്ലയൻസ് വേറെയുണ്ട്. ആ അപ്ലയൻസിനോട് എനിക്ക് പറയാൻ പറ്റും എന്റെ കൂടെയുള്ള ആൾക്കാരുടെ ബിസിനസ് എങ്ങനെയാണ്, അത് ഇവർ ഏത് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ അപ്ലൈനോട് എനിക്ക് പറയാം. പക്ഷെ എന്റെ മറ്റ് ടീമിലെ അംഗങ്ങളോടോ അല്ലെ എന്റെ ഡൗൺ ലൈൻസിനോടോ എനിക്കത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ അത്. ഈ നമ്മളുടെ കാർഡിനൽ റൂൾസ് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് അവിടെ ഡാമേജ് ആയി പോകുന്നുണ്ടാവും. കാരണം ഈ കാർഡിനൽ റൂൾസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബിസിനസിന്റെ പരമപ്രധാനമായിട്ടുള്ള ടോപ്പിക്കാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്. ആ ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്കത് അവിടെ നമ്മുടെ ബിസിനസ് മൊത്തം ഡൗൺ ആയി പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു നെഗറ്റീവുകളും ഒന്നും നമ്മളുടെ ഡൗൺ ലൈൻ ആയിട്ടോ നമ്മുടെ ക്രോസ് ലൈൻ ആയിട്ടോ നമ്മൾ ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല. ഇനിയിപ്പോ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോ നമ്മുടെ വിനോദ് സാറ്, ഷായി സാറിന്റെ തന്നെ വേറൊരു ടീമാണ്. അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ നമ്മുടെ ടീമിലുള്ള ഒരുപാട് ലീഡേഴ്സിന് അറിയാം. അവര് പേഴ്സണലി വിളിക്കാറുമുണ്ട്, ചില സംശയങ്ങൾ ചോദിക്കാറുമുണ്ട്. അതിനുള്ള മറുപടി വിനോദ് സാർ തരുന്നുണ്ടെങ്കിൽ അത് വിന്നിംഗ് ടീം സെർവറിന്റെ ആ ഒരു സെർവർ മൈൻഡിൽ മാത്രമായിരിക്കും. അതും ഷാജി സാറിന്റെ അറിവോട് കൂടി മാത്രം. അപ്പൊ പക്ഷെ അതൊരു ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ നമുക്കവിടെ ഒരു പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ നമുക്ക് നേരിട്ട് ചോദിക്കാം അല്ലെ കാര്യങ്ങൾ. അപ്പൊ അത് മെസ്സേജ് കാണുന്ന അതിനെ കുറിച്ച് അറിവുള്ള ആളുകൾ അതിന്റെ റിപ്ലൈ നമുക്ക് തരുന്നുണ്ടാവും. അല്ലാതെ നമ്മൾ പേഴ്സണലി പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് അത് ചിലപ്പോ അദ്ദേഹത്തിന്റെ ബിസിനസ് അവിടെ ബാധിക്കും. അദ്ദേഹത്തിന് ഈ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ മാത്രമായിരിക്കും അവിടെ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ എന്താ പറയാ, നമ്മളൊരു ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ വേറെ നെഗറ്റീവുകളോ ഒന്നും പാസ് ചെയ്യാതെ ഇരിക്കുക. അടുത്തതാണ്, ഡു നോട്ട് ഡു എനിത്തിങ് ഫസ്റ്റ് ടൈം വിത്തൗട്ട് ചെക്കിംഗ് വിത്ത് യുവർ അപ്ലൈൻ. അതായത് നമ്മളിപ്പോ ഈ ഒരു ബിസിനസ്സിൽ എന്ത് കാര്യം ആയിക്കൊള്ളട്ടെ, ഇപ്പൊ നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട് അല്ലെ, ഒരുപാട് ഐഡിയാസ് ഉണ്ട് എങ്ങനെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ ഒരുപാട് എന്ത് രീതിയിൽ ചെയ്തെങ്കിലാണ് നമ്മുടെ ബിസിനസ്സിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുക. നമ്മളത് ചിന്തിച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടി.
ആ ഐഡിയ നമ്മൾ പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അപ്ലൈനുമായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. അവരുമായിട്ട് സംസാരിക്കണം. സാർ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണോ, അല്ലെങ്കിൽ ഓക്കെ ആയിരിക്കുമോ, അവിടെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന്. അപ്ലൈനുമായിട്ട് സംസാരിച്ചിട്ട് അപ്ലൈൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇത് നല്ലൊരു ഐഡിയ ആണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും, അതുകൊണ്ട് 100% നിങ്ങൾ ഇത് ചെയ്തോ എന്ന് പൂർണ്ണ മനസ്സോടുകൂടി അപ്ലൈൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ചെയ്യാം. പിന്നെ രണ്ടാമത് അത് ആ ഒരു അതേ സെയിം കാര്യം രണ്ടാമത് അത് ചെയ്യുമ്പോൾ അപ്ലൈനോട് ചോദിക്കേണ്ട കാര്യമില്ല, നമുക്കത് ചെയ്യാം. പക്ഷെ പുതിയതായിട്ട് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മളുടെ അപ്ലൈനോട് ചോദിച്ച്, കാരണം അവർക്കറിയാം എന്ത് ചെയ്തെങ്കിലാണ് ഇതില് നമ്മൾ ആ പറയുന്ന സമയത്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ അതില് റിസൾട്ട് എന്തായിരിക്കും എന്ന് അവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കറക്റ്റ് ആയിട്ടുള്ള കാര്യം അവർ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ഇനി അവർ ഇത് ചെയ്യണ്ട എന്നാണ് പറയുന്നതെങ്കിൽ ചെയ്യാതിരിക്കുക. അവര് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ ഒരു കാരണവശാലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി പാടില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടാണ് അവരത് ഈ ഒരു മെത്തേഡ് ചെയ്യണ്ട എന്ന് പറയുന്നത്. ആ ചെയ്യണ്ട എന്ന് പറയുന്ന സമയത്ത് നമ്മളവിടെ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ഞാൻ ഇത്രയും നല്ലൊരു ഐഡിയ പറഞ്ഞിട്ട് ഇയാൾക്ക് എന്താ മനസ്സിലാവാത്തെ, അങ്ങനെ ചെയ്ത് നല്ലതല്ലേ, അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരരുത്. കാരണം അത് നമ്മളുടെ ബിസിനസിനെ ബാധിക്കും. ഈ അപ്ലൈൻ എന്ന് പറയുന്ന വ്യക്തി ഓരോ ദിവസവും നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ബിസിനസ് ഗ്രോ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അവർക്ക് അവിടെ ഒരു ചെറിയൊരു പോയിന്റ് പോലും ഡൗൺ ആയി പോവാതെ അത്രയും ശ്രദ്ധ കൊടുത്തിട്ടാണ് അപ്ലൈൻ ഓരോ ടീമും മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആ സമയത്ത് നമ്മള് എന്താ പറയാ, അവര് വേണ്ടാന്ന് എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നമ്മള് അത് മനസ്സിൽ വേറൊരു നെഗറ്റീവ് ചിന്തിക്കാതെ ഓക്കെ വേണ്ട, പിന്നെ എന്താണോ അദ്ദേഹം പറയുന്നത്. പിന്നെ ചില ആൾക്കാര് അവരോട് ചോദിക്കാതെ തന്നെ ഓൾറെഡി ചെയ്തു പോയിട്ടുണ്ടാവാം. ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സാറേ ഞാൻ ഇങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ, പക്ഷെ റിസൾട്ട് ഒന്നും ഇല്ല എന്ന് പറയും. പക്ഷെ ആ റിസൾട്ട് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അത് അപ്ലൈനുമായിട്ടൊരു ചർച്ച അവിടെ നടന്നിട്ടില്ല. ആ ചർച്ച അവിടെ ഒരു അപ്ലൈനുമായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ എന്താണ്, അപ്പോ അപ്ലൈൻ പറയും, അതിന്റെ റിസൾട്ട് അറിയാവുന്ന അപ്ലൈൻ പറയും അത് ചെയ്യണ്ട എന്ന് പറയും അല്ലെ. അത് ചെയ്യണ്ട എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അദ്ദേഹം അത് ചെയ്യത്തുണ്ടായിരുന്നില്ല, ആ ഒരു നെഗറ്റീവ് റിസൾട്ട് അവിടെ വരുമില്ലായിരുന്നു. അതിന് പകരം ഏത് രീതിയിലാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോവുക എന്നൊരു സജഷൻ കൂടി അവിടെ അപ്ലൈ നമുക്ക് തരുന്നുണ്ടാവും. അപ്പോ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച് വച്ചിരിക്കുന്ന ആ ഒരു രീതി, അതായത് ആ ഒരു ഇതിനോട് കൂടെ ചിലപ്പോൾ അപ്ലൈന്റെ ഒരു സജഷനും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടി റിസൾട്ട് നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ടാവും. അപ്പൊ ആ റിസൾട്ട് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈന്റെ ഒരു സപ്പോർട്ട് നമുക്ക് വേണം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മളുടെ അപ്ലൈൻ അറിഞ്ഞ് അപ്ലൈന്റെ സമ്മതത്തോടു കൂടി അപ്ലൈൻ ഓക്കെ ആണെങ്കിൽ അത് ചെയ്യുക കേട്ടോ. പിന്നെയാണ് നമുക്ക് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈൻ. നമ്മുടെ അപ്ലൈനെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക അല്ലെ. നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. പല രീതിയിൽ നമ്മുടെ അപ്ലൈൻ ഉപയോഗിക്കാം. ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രമായിട്ട് ഉപയോഗിക്കാം, ജസ്റ്റ് ഒരു അപ്ലൈൻ മാത്രമായിട്ട് ഉപയോഗിക്കാം അല്ലെ. അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ നല്ലൊരു മെന്റർ ആയിട്ട് നമ്മളുടെ അപ്ലൈൻ ഉപയോഗിക്കാം. പലരും പല രീതിയിലാണ് നമ്മുടെ അപ്ലൈൻ ഉപയോഗിക്കുന്നത്. പക്ഷെ ശരിയായ രീതി നമ്മൾ അപ്ലൈൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസവും എങ്ങനെയാണ് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്ന് അപ്ലൈൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലൈൻ, ആ അപ്ലൈനോട് പോയിട്ട് നമ്മൾ പറയാണ്, സാറേ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങി DLCP-ല് ബില്ലടിച്ച് വെച്ചിട്ടുണ്ട്, സാറ് പോകുമ്പോ ഒന്ന് കൊണ്ടുവരണേ എന്ന് പറയാണ്. അപ്ലൈൻ ചെയ്തു കൊടുക്കും. അത് അപ്ലൈന്റെ നല്ല മനസ്സാണ്. പക്ഷെ അവിടെ ഒരു കൊറിയർ ബോയ് ആയിട്ടാണ് അപ്ലൈൻ നമ്മൾ യൂസ് ചെയ്തത്. അല്ലെങ്കിൽ പറയാണ്, എന്താ പറയാ, സാറേ ഞാൻ കുറച്ച് ബിസി ആട്ടോ, എനിക്ക് ഈ ഒരു ID എടുക്കാനായിട്ട്, അപ്പോ ID ഡീറ്റെയിൽസ് കാര്യങ്ങള് ഒക്കെ അപ്ലൈൻ അയച്ചു കൊടുത്തു. ഒരു 2-3 പേരുടെ ഉണ്ട്, എല്ലാവരുടെയും അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് പറയാണ്, സാറേ ഞാൻ കുറച്ച് ബിസി ആട്ടോ, ഈ ID ഒന്ന് എനിക്ക് എടുത്തു തരുമോ? അപ്പോ അത് അങ്ങനെയുള്ള ആ അപ്ലൈനെ ആ രീതിയിലല്ല യൂസ് ചെയ്യണ്ടേ. നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ അല്ലെ, നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഇനി അല്ലെങ്കിൽ നമ്മുടെ
ഇപ്പം ഇന്നലെ 13 എസെൻഷ്യൽ പറഞ്ഞ സമയത്ത് ഷാജി സാറ് പറഞ്ഞു നമ്മളുടെ എല്ലാ മന്ത് എൻഡെങ്കിലും നമ്മളുടെ ആ ഒരു മാസത്തെ നമ്മുടെ ടോട്ടൽ ഇതൊന്ന് നമ്മൾ അനലൈസ് ചെയ്യണം അല്ലെ. ആ അനലൈസ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ നെക്സ്റ്റ് ചിന്ത എന്താണ്, നമ്മൾ ഇനി കുറച്ചും കൂടി എങ്ങനെ മുന്നോട്ട് പോവാം, കുറച്ചും കൂടെ ഒരു ഇത്ര പെർസെന്റേജും കൂടെ നമ്മുടെ ബിസിനസ് എങ്ങനെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോവാം. അപ്പൊ അതിനു വേണ്ടി അപ്ലൈനുമായിട്ട് ഇരുന്ന് സംസാരിക്കുക, അപ്ലൈനോട് ചോദിച്ച് മനസ്സിലാക്കുക ഇനി ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഏത് രീതിയിൽ വർക്ക് ചെയ്താലാണ് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. അങ്ങനെ അത് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലാതെ നമുക്ക് ഐഡി എടുത്തു തരാനോ അല്ലെങ്കിൽ ഒരു കൊറിയർ ബോയ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കോൾ സെന്റർ ആയിട്ടോ ഒന്നും, അല്ലെങ്കിൽ അപ്ലൈനോട് പറയാണ് എന്താ പറയാ ഒരു കുറെ നമ്പർ അങ്ങ് കൊടുത്തു, നമ്മൾ കുറെ ലിസ്റ്റ് ഉണ്ടാക്കി ഒരു നമ്പർ അങ്ങ് എടുത്തിട്ട് കൊടുത്തു, സാറേ കുറച്ച് ആൾക്കാരുടെ നമ്പർ ആണേ, ഞാൻ കുറച്ച് ബിസിയാണ്, അപ്പൊ ഇവരെ ഒന്ന് വിളിച്ച് സംസാരിക്കാമോ, ജസ്റ്റ് ഇവരെ ഒന്ന് വിളിച്ച് സംസാരിക്കാമോ എന്ന് ചോദിക്കും. അപ്പൊ ആ ചോദിക്കുന്നതൊക്കെ അങ്ങനെ ആ ഒരു തരത്തിൽ ഒരിക്കലും നമ്മൾ അപ്ലൈനെ യൂസ് ചെയ്യരുത്. ഒരു കോൾ സെന്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒന്നും അപ്ലൈനെ യൂസ് ചെയ്യരുത്. അപ്ലൈനെ യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ വേണ്ടി, നമുക്ക് ഐഡി എടുക്കാനായിട്ട് നമുക്ക് പഠിക്കാം അല്ലെ, KYC ചെയ്യാൻ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ താഴെയുള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ ഡൗൺലൈൻസ് നമുക്ക് എങ്ങനെയാണ് ഐഡി എടുത്ത് കൊടുക്കാൻ പറ്റുക, നമ്മൾ ഇപ്പൊ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളുടെ ഐഡിയിൽ എടുക്കുമ്പോൾ മാത്രമല്ല, ആ നമ്മുടെ ഡൗൺലൈനിന് വേണ്ടിയിട്ട് നമ്മൾ ഐഡി എടുത്ത് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഡൗൺലൈന് വേണ്ടിയിട്ട് ഫുൾ ടൈം ഐഡി എടുത്ത് കൊടുത്തോണ്ടിരിക്കാനല്ല, അങ്ങനെ ഒരു അവസ്ഥ നമ്മളെല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാം, അതുപോലെ എന്താണ് നമുക്ക് എങ്ങനെ മെയിൽ അയക്കാം, കമ്പനിക്ക് ഏത് രീതിയിൽ നമുക്ക് മെയിൽ അയക്കാം, ഒരുപാട് കാര്യം നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞ നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ഏത് ടീമിലാണ് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, ഞാൻ ഈ മാസം ഏത് ടീമിലാണ് എത്ര എഫേർട്ട് കൂടുതൽ കൊടുക്കേണ്ടത്, ഇതെല്ലാം ഓരോ വ്യക്തിയുടെ ബിസിനസ്സിന് നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ ഓരോ ഡൗൺലൈൻസിന്റെ ഓരോ സ്പന്ദനവും നമ്മൾ മനസ്സിലാക്കി നമ്മുടെ അപ്ലൈനോട് സംസാരിച്ച് എങ്ങനെ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കി എടുക്കാം എന്നുള്ള രീതിയിൽ വേണം എപ്പോഴും നമ്മുടെ അപ്ലൈനെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ വേറെ ഒരു തരത്തിലും നമ്മൾ അപ്ലൈനെ മിസ്യൂസ് ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ ഡു റൈറ്റ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ അല്ലെ, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഒരുപാട് കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. അപ്പോ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട്, ആദ്യമേ തന്നെ പറയട്ടെ, നമ്മൾ സ്വന്തമായിട്ട് ഈ നെറ്റ് റീചാർജ് ചെയ്യുന്നത് മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. യൂട്യൂബില് ഇത് കാണുക അല്ലെ, ഷെയർ ചാറ്റ്, യൂട്യൂബ്, മറ്റേ ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ പോയിട്ട് നമ്മൾ കുറെ വീഡിയോസ് നമ്മളുടെ പാട്ട് പാടുന്നതും, ഇപ്പൊ അതൊക്കെയാണ് ട്രെൻഡ്. പാട്ട്, സിനിമ പാട്ടൊക്കെ പാട്ട് ആക്ട് ചെയ്തിട്ടൊക്കെ അങ്ങനെയുള്ള വീഡിയോസ് എടുക്കുക, അത് അപ്ലോഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവും? ഒരു ഗ്രോത്തും ഉണ്ടാവില്ല. പകരം നമ്മുടെ ബിസിനസിന്റേതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ പ്രൊഫൈൽ പിക്ചറും സ്റ്റാറ്റസും ഒക്കെ പക്ക ഒരു മിനിറ്റ്, ക്ലിയർ ആണോ സീന മാഡം? എനിക്കൊരു കോള് വന്നു. ക്ലിയർ. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രൊഫൈല് ഒരു പ്രൊഫഷണൽ ലുക്ക് ആണെങ്കിൽ, ഇപ്പോ ഞാൻ നേരത്തെ ഒക്കെ പൂക്കളുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ മക്കളുടെ ഫോട്ടോസ്, പൂമ്പാറ്റ, പ്രകൃതി ഭംഗി, അതൊക്കെയായിരുന്നു ഞാൻ സ്റ്റാറ്റസ് ഇടലും, പിന്നെ എന്താ പറയാ എന്റെ പ്രൊഫൈൽ പിക്ചറും വാട്സപ്പ് DP ഒക്കെ അതായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു പ്രൊഫഷണൽ ലുക്ക് നമ്മളുടെ ആ ഒരു ഇതിലേക്ക് ഞാൻ വരുത്തി. അതായത് ഞാൻ എന്റെ DP സ്ഥിരമായിട്ട് എന്റെ ബിസിനസിന്റെ മാത്രമാക്കി, വെസ്റ്റീജിന്റെ മാത്രമാക്കി. അതുപോലെ തന്നെ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് എന്റെ ബിസിനസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അതിൽ വേറെ ഒരു റീൽസിന്റെ അടിയിൽ പോയിട്ട് അവിടെ കമന്റ് ഇടാനോ അല്ലെങ്കിൽ അവിടെ ലൈക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ വീഡിയോസ് കണ്ടിട്ട് അത് ഷെയർ ചെയ്യാനോ അതൊന്നും അതൊക്കെ ചെയ്യാം. വേറെ ഒരു നമുക്ക് ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മൾ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു ഇത് നമുക്ക് അതൊക്കെ ചെയ്യാം. പക്ഷെ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അത് എന്ത് തന്നെയായാലും, ഇപ്പൊ സോഷ്യൽ മീഡിയ മാത്രമല്ല കേട്ടോ, നമ്മള് ഒരാളോട് സംസാരിക്കുമ്പോ പോലും
എന്റെ ഫ്രണ്ട്സ് ഇപ്പം ഒരുപാട് നേരം ഒരു 5 മിനിറ്റ് കൂടുതൽ എന്റെ അടുത്ത് സംസാരിക്കില്ല. പള്ളിയിലൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാലും എന്നെ കാണുമ്പോഴേ പറയും നീ ഇത് ബിസിനസ് പറയരുത് ട്ടോ എന്ന്. കാരണം സംസാരിച്ച് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ടോപ്പിക് മാറി വെസ്റ്റീജ് ആയി മാറിയിട്ടുണ്ടാവും ടോപ്പിക്. ചില സമയത്ത് അമ്മ പോലും പറയും സ്വന്തം മോളെ പോലും മോളോട് സംസാരിക്കാൻ പറ്റില്ല, സംസാരിച്ചു കഴിഞ്ഞാൽ അവള് വെസ്റ്റീജിനെ കുറിച്ച് പറയുള്ളൂ പറയും. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു പ്രൊഫഷണലി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സക്സസ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം സീന മാഡത്തിന് പ്രൊഫൈല് മാറ്റാൻ പറഞ്ഞു അല്ലെ, സീന മാഡത്തിനോട് പ്രൊഫൈല് മാറ്റാൻ പറഞ്ഞു. സീന മാഡം ആ വാട്സാപ്പിന്റെ DP മാഡം മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്യുക. അവസാനത്തെ കാര്യം, ഡു ഓൺലി വാട്ട് ഈസ് ഡ്യൂപ്ലിക്കബിൾ. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണോ അത് നമ്മളുടെ കൂടെയുള്ള നമ്മുടെ ഡൗൺലൈൻസിനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലൊരു ഹോം മീറ്റ് നടത്തുകയാണ്. അപ്പൊ ഒരുപാട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 10-25 പേരൊക്കെ വന്നിട്ടുമുണ്ട്. അപ്പോ ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവർക്ക് വലിയൊരു സൽക്കാരമൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ എല്ലാവർക്കും സ്നാക്സ്, അത് ഇത്, കൂൾ ഡ്രിങ്ക്സ്, അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഫുഡ്, ചായ, വൈകുന്നേരം ഒക്കെയാണ് കഴിയുന്നതെങ്കിൽ വൈകുന്നേരത്തെ ചായയും അതെല്ലാം അങ്ങനെ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോ ഉച്ചയ്ക്കാണെങ്കിൽ രാവിലെ മുതൽ ഉച്ച വരെ ആയിരുന്നു അവിടെ ഹോം മീറ്റ് എങ്കിൽ ഉച്ചയ്ക്ക് എല്ലാവർക്കും ഊണ് കഴിച്ചിട്ട് അവർക്ക് ബിരിയാണി ഒക്കെ വാങ്ങി കൊടുത്താൽ വിടുന്നെങ്കിൽ എനിക്ക് എന്റെ ഡൗൺലൈനിന്റെ അടുത്ത് പോയിട്ട് പറയാൻ പറ്റുമോ നിങ്ങളൊരു ഹോം മീറ്റ് നടത്തണം എന്ന്? പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ മൈൻഡിലേക്ക് ഓൾറെഡി വന്നിട്ടുള്ളത് എന്റെ വീട്ടിൽ ചെയ്ത കാര്യമായിരിക്കും. അയ്യോ എനിക്ക് അതിനുള്ള ഇതില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുക. ഞാൻ എന്റെ ഡൗൺലൈൻ എന്നെ കണ്ടു പഠിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കണം ഞാൻ ചെയ്യേണ്ടത്. അല്ലാതെ എന്താ അല്ലാതെ അവരോട് ഞാനൊരു കാര്യം ചെയ്യാൻ പറയുന്ന സമയത്ത് അയ്യോ അത് അങ്ങനെ ചെയ്യണോ, മാഡം ചെയ്ത പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അതിനുള്ളൊരു ഇത് എനിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഒരു നെഗറ്റീവായിട്ട് മാറും അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്, നമ്മളുടെ ഡൗൺലൈൻസിന് ഡ്യൂപ്ലിക്കബിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മളവിടെ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ വെസ്റ്റീജ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ കോപ്പി അടിച്ചാൽ വിജയിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെ. നമുക്കറിയാം, നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പോകുന്ന സമയത്ത് 10th പരീക്ഷയ്ക്ക് വരെ നമ്മള് ബോർഡ് എക്സാമിന് വരെ നമ്മൾ കോപ്പി അടിക്കും. കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഡീബാർ ചെയ്യും. പിന്നെ ഇത്ര വർഷത്തേക്ക് എക്സാം എഴുതാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ അപ്ലൈൻ എന്താണോ ചെയ്യുന്നത് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അത് അതേപോലെ തന്നെ അപ്ലൈൻ എന്താണോ ചെയ്യുന്നത് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോരാൻ പറ്റുള്ളൂ. മുന്നിലേക്കുള്ള യാത്ര നമുക്ക് സുഗമമാക്കാൻ പറ്റുള്ളൂ. അവിടെ വേറെ തടസ്സങ്ങളൊന്നുമില്ലാതെ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ ആദ്യം അപ്ലൈൻ നടക്കുന്നുണ്ടാവും. നടന്നിട്ട് ഓരോ സൈഡിലേക്ക് ആവശ്യമില്ലാത്തതൊക്കെ മാറ്റി കളഞ്ഞിട്ട് ബാക്കി നമുക്ക് തരുന്നത് ഈസി ആയിട്ടുള്ള വഴിയാ തരുന്നത്. അപ്പൊ ആ വഴി മാത്രം നമ്മൾ പോയെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് വളരെ സിമ്പിൾ ആയിട്ട് സക്സസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും നമ്മള് അതുപോലെ തന്നെ ഈ ഒരു ഡ്യൂപ്ലിക്കബിൾ എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മളിപ്പോ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു മീറ്റിംഗിന്റെ ലിങ്ക് ആണെങ്കിൽ പോലും നമ്മുടെ അപ്ലൈൻ അത് ഓൾറെഡി ഷായ് സാറ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ടാവും. അത് നമ്മളുടെ ടീം അംഗങ്ങളിലേക്ക് എത്തിക്കുക, അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക. അതൊക്കെ അപ്ലൈനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതി, അതല്ലേ ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈനിൽ അതും കൂടെ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. 6ാമത്തെ ടോപ്പിക് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾക്കൊരു മീറ്റിംഗിന്റെ ലിങ്ക് ഇപ്പൊ ഗ്രൂപ്പിൽ നമ്മുടെ അപ്ലൈൻ ആ ഒരു ലിങ്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ന സമയത്ത് ഇന്ന മീറ്റിംഗ് ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. 2 മണിക്കുണ്ട്, ഇന്ന ദിവസങ്ങളിൽ നമുക്ക് 8 മണിക്കുണ്ട്, 9 മണിക്കുണ്ട്, രാവിലെ CEP ഉണ്ടെന്ന് നമുക്കറിയാം. ആ ഗ്രൂപ്പിൽ ചിലപ്പോൾ അപ്ലൈൻ മാത്രമല്ലല്ലോ ഉള്ളത്. നമ്മൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആ ഒരു ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് കൂടെ നമ്മൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ നമ്മൾ കാണിക്കണം. അപ്പൊ ഇങ്ങനെ 9 കാർഡിനൽ റൂൾസ്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ ബിസിനസ്സിന് നമുക്ക് ഒരു രീതിയിൽ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലാത്ത അത്ര രീതിയിൽ നമ്മുടെ ബിസിനസ്സിന് ഡൗൺ ആയി പോകും. അവിടെ
ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ഇന്നിവിടെ കൂട്ടിയിരിക്കുന്ന എല്ലാവരും ഈ ഒരു കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇപ്പൊ ഷാജി സാറ് പറയാറുണ്ട്, എന്താണ്, ഒരു മലയുടെ മുകളിൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഇത് ഒരു അപ്ലൈൻ ഡൗൺലോഡ് പറയാണ്, മലയുടെ മുകളിൽ നിങ്ങൾ ചാടിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടാൻ റെഡി ആയിട്ട് നിൽക്കണം. കാരണം ചാടുമ്പോ താഴെ എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് തീർച്ചയായിട്ടും എന്താണ് അപ്ലൈന് അറിയാം. ആ അറിയാവുന്ന റിസൾട്ട് അറിയാവുന്നതുകൊണ്ടാണ് ചാടിക്കൂ എന്ന് പറയുന്നത്. അങ്ങനെ ചാടാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ മാത്രമാണ് നീതു ഇതില് വിജയിക്കുള്ളൂ എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു സക്സസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സെഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മൈക്ക് ബാക്ക് ടു ഹോസ്റ്റ് സീന മാഡം. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ തന്നെ കാർഡിനൽ റൂൾസിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് താങ്ക് യു, വിഷ് യു വെൽത്ത് ആൻഡ് ഗുഡ് നൈറ്റ്. ഇതില് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഈ കാര്യം, നീതു വിജയ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ചെയ്യാൻ പാടില്ലാത്ത കാര്യം വളരെ ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ ആൾക്കാർക്ക് അത് മനസ്സിലാവത്തില്ല. എന്നെപ്പോലുള്ള ഒരു കുറേ ടീമിനെ നയിക്കുന്ന ഒരാളായതുകൊണ്ട് ഇതെല്ലാം ശരിക്കും അനുഭവത്തിൽ വന്ന കാര്യങ്ങളാട്ടോ. ഇതിലുള്ള ഇത് പറയുന്ന എല്ലാ കാര്യവും നമ്മുടെ അനുഭവത്തിൽ വന്നിട്ടുള്ള ഈഗോ പ്രശ്നങ്ങളും ഇതിലുള്ള എല്ലാ ഇഷ്യൂസും ഈ ബിസിനസ്സിൽ അനുഭവിച്ചൊരു ലീഡറാണ്. അപ്പോൾ ഈ റൂളുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ബിസിനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കും. യാതൊരു ഡാമേജും വരാതെ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സെഷനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇതിന് എത്ര വാല്യൂ കൊടുത്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ഇത്രയും ഇമ്പോർട്ടൻസ് ആയ സെഷനാണ് ഇപ്പം നടന്നത് കേട്ടോ. ഈ കടനാർ റൂള് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇന്ന് നീതു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ വിശ്വസിക്കുന്നു. ഞാനത് ഒന്നുകൂടെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടോ കേട്ടോ. ഇത് പല ആൾക്കാർക്കും ചില കാര്യങ്ങളൊക്കെ ഫീൽ ആയിട്ടുണ്ടോ, ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ. അതൊക്കെ ഇമ്പോർട്ടൻസ് ആണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ 100% നല്ലൊരു സക്സസ് ബിസിനസ്സിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, താങ്ക് യു സീന ആൻഡ് നീതു വിജയ്. ഇതിലാർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചോദിച്ചു. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണം. ആർക്കെങ്കിലും ഈ പറഞ്ഞ എന്തെങ്കിലും വ്യത്യാസം മനസ്സിലാവാത്തുണ്ടോ? ഇതില് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് പറഞ്ഞ് ക്രോസിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലേ, അതെല്ലാം ശരിക്കും അനുഭവിച്ച വ്യക്തിയാണ് ഇതുമൊക്കെ. നമ്മള് 100% നിങ്ങളുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ക്രോസിലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്ലൈൻ അല്ല, അപ്ലൈനിലെ വേറെ ടീമായിരിക്കും. അവരായിട്ട് നിങ്ങൾ സംസാരിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ ഷാവുൽ സാറും നീതു വിജയും ക്രോസിലേക്കാണ്, ഷാവുൽ സാറും രാജേഷ് ചേട്ടനും ക്രോസിലേക്കാണ്. മനസ്സിലാകുന്നുണ്ടോ? വിനോദ് സാറ് നിങ്ങൾ പല ആൾക്കാരും ക്രോസിലേക്കാണ്. നമ്മുടെ അപ്ലൈൻ അല്ലാതെ നിങ്ങളുടെ ഡൗൺലൈൻസ് അല്ലാതെ ആരോടും നമ്മൾ ഈ കാര്യത്തിൽ സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും ഡാമേജ് ഉണ്ടാവത്തില്ല. ഞാൻ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് അത്ര വില വരത്തില്ല. അനുഭവിച്ച ഒരുപാട് ആൾക്കാർ ഈ ടീമിലുണ്ട്, ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. നിങ്ങൾ ഏതെങ്കിലും മറ്റുള്ള ടീമുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ 100% നിങ്ങളുടെ ബിസിനസ് ഡാമേജ്. മനസ്സിലാവുന്നുണ്ടോ? ക്രോസിലെങ്കിൽ നിങ്ങൾ ബിസിനസ് ആയിട്ട് ഒന്നും സംസാരിക്കാതെ എങ്ങനെ പോകുന്നു നിങ്ങളുടെ ബിസിനസ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ നെഗറ്റീവോ കാര്യങ്ങൾ നിങ്ങൾ ക്രോസിലേക്കായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ, വേണമെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ഇതിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചെയ്തില്ല. നിങ്ങൾ സംസാരിക്കുന്നത് ക്രോസിലേക്ക് വേറൊരു ടീമിലെ ലീഡർമാരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ ലീഡർ ആ ബിസിനസ്സിൽ സക്സസ് അല്ല, ഗ്രോത്തിലല്ല എങ്കിൽ 100% നിങ്ങൾ ബിസിനസ് ഡൗൺ ആയിട്ടുണ്ടാവും. നിങ്ങൾ നിരന്തരം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന വ്യക്തി ഈ ബിസിനസ് വിജയിക്കാത്ത വ്യക്തിയായിട്ടാണെങ്കിൽ നിങ്ങൾ 15 വർഷം 20 വർഷം ഈ ബിസിനസ് ചെയ്താലും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, കമ്മ്യൂണിക്കേഷൻ അപ്ലൈൻ ആയിട്ടല്ല, മെൻറ്ററായിട്ടല്ല, ബിസിനസ്സിൽ ഒന്നും ചെയ്യാതെ ആക്ടിവിറ്റി ഒന്നും ചെയ്യാതെ നല്ല പാവമായിട്ട് തോന്നിയ വ്യക്തി, സംസാരിക്കും നല്ല സൗന്ദര്യം നല്ല സ്വഭാവം തോന്നിയ വ്യക്തിയായിട്ട് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു PV പോലും അവർക്ക് ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവത്തില്ല. ഇതിൽ ആരൊക്കെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. ആരായിട്ട് കമ്മ്യൂണിക്കേഷൻ ബിസിനസ്സിൽ ഒന്നും ചെയ്യാതെ മാറിയിരിക്കുന്ന വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേഷൻ, നമ്മളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇതിൽ നല്ല ഫാസ്റ്റ് ഗ്രോ ചെയ്യുന്ന ആളായിട്ട് ഒരു മെസ്സേജ് പോലും അയക്കത്തില്ല.
അവർക്കൊരു മാറ്റം ഉണ്ടാകാൻ സാധിക്കും. നിങ്ങൾ എപ്പോഴും സംസാരിക്കേണ്ടതും കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടതും വെസ്റ്റീജ് എന്ന ബിസിനസ്സിൽ വിജയിച്ച് സക്സസ് ആയ നിങ്ങളുടെ അപ്ലൈനിൽ നിങ്ങളുടെ മെന്ററുമായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ ടീമിലെ താഴോട്ടും മേലോട്ടും അപ്ലൈനും ഡൗണിലോട്ടും മാത്രമേ സംസാരിക്കാൻ പറ്റൂ. എങ്കിൽ നിങ്ങൾക്ക് 100% ഒരു ഡാമേജ് ഇല്ലാതെ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇത് ഈ ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കാര്യമാണ്. പല ആൾക്കാർക്കും എളുപ്പമുള്ള, കാരണം നമ്മൾക്കറിയാം നമ്മുടെ മക്കളെ നമുക്ക് വഴക്ക് പറയുന്നുണ്ട്. അച്ഛനമ്മമാരുടെ മക്കൾക്ക് സംസാരിക്കാൻ നമ്മളെക്കാളും ഇഷ്ടം തൊട്ടടുത്തുള്ള വീട്ടിലെ ആന്റിമാരോടോ ചേച്ചിമാരോടായിരിക്കും. കാരണം അവർ വഴക്ക് പറയത്തില്ലല്ലോ, അല്ലേ? അതേപോലെ തന്നെയാണ് ഇത്. നിങ്ങൾ അപ്ലൈയിൽ വഴക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ദേഷ്യം ഇതൊക്കെ തോന്നുന്നുണ്ടോ? പക്ഷെ നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് വഴക്ക് പറയുന്നത്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും, ഇതിലുള്ള പല ലീഡേഴ്സും പല സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പോലും ഫീൽ ആയിട്ടുണ്ടാവും. ഞാൻ പറയുന്ന വാക്കുകളൊക്കെ ചില സമയത്ത് ഫീൽ ആയിട്ടുണ്ടാവും. എനിക്കൊക്കെ ഒരുപാട് ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഞാൻ നീതു ചെയ്ത സെഷനെ കുറിച്ച് തന്നെ പറയാം. നീതു ചെയ്ത സെഷൻ എന്തെങ്കിലും അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അത് തെറ്റുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തും. അത് തിരുത്തുമ്പോൾ അത് ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ നമുക്ക് ഡാമേജ് ആയി മാറും. ഞങ്ങൾക്ക് ഇന്നലെ മെഞ്ഞാന്നൊക്കെ ഒരുപാട് എഫക്റ്റ് ഉണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ അത് നിങ്ങളുടെ ലീഡർഷിപ്പ് ഗ്രോത്തിന് വേണ്ടി ആയിരിക്കണം. നിങ്ങളുടെ ഉയർച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് നിങ്ങൾ വിജയിക്കണ്ടോ. ചില ആൾക്കാർ അയ്യോ എന്നാൽ ഞാൻ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ. എനിക്കങ്ങനെ ഒരുപാട് ടീമിലൊക്കെ ഒരുപാട് ഡാമേജ് വന്നിട്ടില്ലായിരുന്നു. തെറ്റ് തിരുത്തുന്ന സമയത്ത് ആൾക്കാർ ഉൾക്കൊള്ളാതെ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിനെ നല്ലതിനാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല കറ കളഞ്ഞ ലീഡറായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, കഴിഞ്ഞ വെള്ളിയാഴ്ച മോർണിംഗ് CP ഞാനാണ് ചെയ്തത്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അരമണിക്കൂറിന്റെ സെഷൻ തീർന്നു. ഞാൻ സെഷൻ ചെയ്ത് കൊള്ളായില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച സെഷൻ എന്നാൽ ഉടനെ തന്നെ വിമൻ സാർ വിളിച്ചു, ഷാജി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അത് ക്ലിയർ ആയിക്കോളും. അദ്ദേഹത്തിന് അറിയാം ഞാൻ നല്ല ലീഡറാണ്, ഞാൻ വലിയ ടീമിനെ നയിക്കുന്ന ലീഡറാണ്, ഒരുപാട് വരുമാനം വഹിക്കുന്ന ആളാണ്. എന്നിട്ട് പോലും അദ്ദേഹം എന്നെ വിളിച്ച് എൻ്റെ അപ്ലൈനല്ല, എൻ്റെ വേറെ കോഴ്സിലേക്കാണ്, പക്ഷെ എന്നെ അദ്ദേഹം ഗൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. നാളെ വെള്ളിയാഴ്ചയാണ്, എന്നെ അദ്ദേഹം ഗൈഡ് ചെയ്തു. ഞാൻ ആ സമയത്ത് എന്നാൽ സാറേ ഈ വെള്ളിയാഴ്ച ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് എനിക്ക് മാറിയിരിക്കുക. നാളെ ഞാൻ സെഷൻ ചെയ്യും. ഇപ്പോഴും ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് നാളെ സെഷൻ ചെയ്യാൻ, എനിക്കിപ്പോൾ അത് അരമണിക്കൂർ എത്തുന്ന സെഷൻ ആയിട്ടില്ല. ഇപ്പോഴും ഞാനത് ഇനി ഉറപ്പാണിച്ചിരുന്നു 2 മണിക്കൂർ ഇരുന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യും. വിമൽ സാറിനെ ഞാൻ വിളിച്ചു പറഞ്ഞു, സാറേ ഞാൻ നാളെ ചെയ്യുന്നുണ്ട്, അഥവാ എൻ്റെ സമയം കവറായിട്ടുണ്ടെങ്കിൽ സാർ അത് എന്തെങ്കിലും സംസാരിച്ച് കവറാക്കുന്നുണ്ട്. മനസ്സിലായില്ല? നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് നമ്മുടെ മിസ്റ്റേക്സും പ്രോബ്ലംസും. എന്നെ ഇപ്പോഴും ആൾക്കാർ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരിക്കലും അത് വിഷമമായി കാണാറില്ല. പഠിക്കാൻ തയ്യാറായി നിൽക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾ നല്ല ലീഡറായി മാറത്തുള്ളൂ. എന്തെങ്കിലും വിഷമങ്ങളും കുറ്റങ്ങളും പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവും, അക്സെപ്റ്റ് ചെയ്യുക, എങ്കിൽ നിങ്ങൾ സൂപ്പർ ലീഡറായി മാറും. ഇങ്ങനെ ഒരുപാട് കാർഡിനൽ റൂൾസ് ഉണ്ട്. അത് SP സാർ ഉണ്ടാക്കിയ റൂളാണ്. അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം 75 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹം ആ ടീമിനെ നയിക്കുന്നു. ഒരു പോലീസുകാരൻ്റെ പോലും സഹായമില്ലാതെ 7000 പേര് പങ്കെടുക്കുന്ന പ്രോഗ്രാം ഒരു ബഹളം പോലും ഇല്ലാതെ വിന്നിംഗ് ടീം നടത്തി പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു സിസ്റ്റമാണ്. നമ്മളെല്ലാം ആ വിന്നിംഗ് ടീമിന്റെ ഭാഗമാണ്. അപ്പോൾ ഇതിപ്പോ നീതു ചെയ്ത സെഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. കടനാടോടൊക്കെ ചിലപ്പോൾ 25-30 മിനിറ്റുള്ളിൽ തീർന്നു പോകുന്ന സെഷനാണ്. അത് 45 മിനിറ്റ് 50 മിനിറ്റോളം ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അതുപോലെ ഓരോ ലീഡേഴ്സും ഇതുപോലുള്ള സെഷനൊക്കെ പഠിച്ച് മുന്നോട്ട് വരണം കേട്ടോ. താങ്ക് യു വെരി മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സർ. Thank you, sir. Thank you. Good night and wish you wealth.